സുഹൈൽ, എന്തായാലും വികാരനിർഭരമായ കാഴ്ചകൾക്കാണ് വയനാട് മേപ്പാടിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സാക്ഷ്യം വഹിക്കുന്നത്. ദൗത്യ മേഖലയിൽ നിന്നും ഓരോ ആംബുലൻസുകൾ വരുമ്പോഴും തങ്ങളുടെ ഉറ്റവരാകണേ എന്നാണ് ഓരോരുത്തരുടെയും പ്രാർത്ഥന. അത് വിഫലമാകുമ്പോൾ അവരുടെ സങ്കടം കൂടുന്നു, അവരുടെ തേങ്ങൽ കൂടുന്നു. അത് രക്ഷപ്പെട്ടു വന്നവരാണെങ്കിൽ അവരുടെ സന്തോഷ കാഴ്ചകൾ, അതെല്ലാം തന്നെ ആ രീതിയിൽ ഒരുപാട് വികാരങ്ങൾക്ക് സാക്ഷിയാവുന്നുണ്ട് ആ ആശുപത്രി ഇപ്പോൾ. ജീവിതകാലം മുഴുവൻ ഒപ്പമുണ്ടാകുന്ന കരുതിയവർ ഇനി തിരികെ വരില്ലെന്ന് വിശ്വസിക്കാൻ ഇവർക്കാകുന്നില്ല. ചേതനേറ്റ ശരീരങ്ങൾ കൺമുന്നിൽ കാണുമ്പോൾ യാഥാർത്ഥ്യം അംഗീകരിക്കുകയല്ലാതെ മറ്റു വഴികളില്ല. അപകടം നടന്ന് മണിക്കൂറുകൾ പിന്നിടുമ്പോഴും പ്രിയപ്പെട്ടവരുടെ ഒരു വിളിക്കായി കാത്തിരിക്കുന്ന നൂറുകണക്കിന് മനുഷ്യരുമുണ്ട്. നേരം പുലർന്നാൽ ഹെൽത്ത് സെന്ററിലേക്ക് അവർ ഓടിയെത്തും. മഴ നനഞ്ഞും ഭക്ഷണം കഴിക്കാതെയും രാത്രി വൈകുവോളം കാത്തുനിൽക്കും. എൻ്റെ മാമൻ്റെ ഭാര്യ, വല്യമ്മ, പിന്നെ വല്യമ്മാൻ്റെ ഒരു ആങ്ങള ഒക്കെ ഉണ്ട്. ഞങ്ങളെ കുടുംബത്തിൽ ഏകദേശം ഒരു 20 ആളോളം പോയിപ്പോൾ. അതിൽ പിന്നെ എൻ്റെ രണ്ട് പെങ്ങന്മാരെ കിട്ടി, അവരെ 2 മക്കളെ കിട്ടി, അവരെ 2 ഭർത്താക്കന്മാരെയും കിട്ടി. അവരിപ്പം മറവ് ചെയ്ത് വന്നിട്ടുള്ളൂ. ഇനി എൻ്റെ ഉമ്മാനെ കിട്ടാണ്ട്, എൻ്റെ ബ്രദറെ വൈഫിനെ കിട്ടാണ്ട് ഇവരെ വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ. ഓരോ വണ്ടി വരുമ്പോൾ പോയി നോക്കും, വരും. അതിലില്ലെങ്കിൽ തിരിച്ചു വരും. ദുരന്തത്തിൽ എത്ര പേരെ കാണാതായെന്നോ എത്ര പേർക്ക് ജീവൻ നഷ്ടമായെന്നോ ഇപ്പോഴും വ്യക്തമല്ല. കൂടുതൽ ആംബുലൻസുകളും ഫ്രീസറുകളും വിവിധയിടങ്ങളിൽ നിന്ന് മേപ്പാടിയിലേക്ക് എത്തിക്കുന്നുണ്ട്. മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിലെ ഫ്രീസറുകളിൽ തിരിച്ചറിയാനാകാത്ത 20-ലധികം മൃതദേഹങ്ങളാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അതിലുപരി ദുരന്തഭൂമിയിൽ നിന്നും ഓരോ നിമിഷവും കണ്ടെത്തുന്ന മൃതദേഹ അവശിഷ്ടങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. മുനീഫ് തിരൂരിനൊപ്പം രാഹുൽ സുരേഷ്, 24 വയനാട്.